everyone. SSLC Maths second chapter ആയ Circles and Angles വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിന്റെ എല്ലാ കൺസെപ്റ്റുകളും നാം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. ഓരോ കൺസെപ്റ്റുകളും പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച 5 പ്രോബ്ലംസ് ആണ് നാം ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വർക്ക്ഷീറ്റിൽ നാം മുൻപ് പഠിച്ച ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വർക്ക്ഷീറ്റിലൂടെ എല്ലാ ആശയങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് പുതിയ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിലേത് ആശയമാണ് എവിടെ പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പം സാധിക്കും. അതുകൊണ്ട് ഏതൊരു പ്രോബ്ലത്തെയും ഭയമില്ലാതെ ഫേസ് ചെയ്യാനും അവർക്ക് സാധിക്കും. ഈ വർക്ക്ഷീറ്റ് കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് എല്ലാ കൺസെപ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി തന്നത് പ്രഗത്ഭനായ ഗണിതാധ്യാപകനായ ജോൺ PA സർ ആണ്. ഈ വർക്ക്ഷീറ്റുകളുടെ മലയാളം ഇംഗ്ലീഷ് PDF കോപ്പി കിട്ടുന്നതിന് ആവശ്യമായ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും മുൻ ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ലളിത. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, ഈ വൃത്തത്തിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ഈ ചാപ്റ്ററിൽ നാം ഏതെല്ലാം ആശയങ്ങളാണ് പഠിച്ചത് എന്ന് നോക്കാം. ആദ്യമായി പഠിച്ചത് നമുക്ക് എങ്ങനെ ഒരു സർക്കിളിനെ, ഒരു വൃത്തത്തെ എങ്ങനെ നിശ്ചിത അംശബന്ധത്തിൽ ഡെഫിനിറ്റ് റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഭാഗിക്കാം എന്നുള്ളതായിരുന്നു. അതിന് നാം പറഞ്ഞത് സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ, സെൻട്രലിലുള്ള ആംഗിൾ മൊത്തം ആംഗിൾ 360 ഡിഗ്രി ആണെന്നും ആ 360 ഡിഗ്രിയെ തന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ആ രണ്ട് റേഡിയസിന് ഇടയ്ക്കുണ്ടാകുന്ന ആ ആർക്കുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട അംശബന്ധത്തിലുള്ള ആർക്കുകളായിരിക്കും, ചാപങ്ങളായിരിക്കും എന്നാണ് അല്ലേ. അതായത് ആ വൃത്ത ആ അംശബന്ധത്തിൽ മുറിഞ്ഞിട്ടുണ്ടാകും എന്നർത്ഥം. രണ്ട് ഭാഗങ്ങളായി മുറിഞ്ഞിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ഇതിൽ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ഇവിടെ സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ചാണ്, സെന്റർ ഉപയോഗിച്ചാണ് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എങ്ങനെ നമുക്ക് സെന്റർ ഉപയോഗിക്കാതെ ഒരു സർക്കിളിനെ ഡെഫിനിറ്റ് റേഷ്യോയിൽ നിശ്ചിത അംശബന്ധത്തിൽ കട്ട് ചെയ്യാം എന്നായിരുന്നു. RKB അതിന്റെ സെൻട്രൽ ആംഗിൾ C ഡിഗ്രി ആണെങ്കിൽ RKB അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ, അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾ, ഞാനിവിടെ P എന്ന ഒരു പോയിന്റ് എടുത്താൽ ആ P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ APB, ആംഗിൾ APB ഈക്വൽ ടു ചാപം AB-യുടെ കേന്ദ്രകോണിന്റെ പകുതി, അതായത് C യുടെ പകുതി, അതായത് C/2 ഡിഗ്രി, C/2 ഡിഗ്രി എന്ന് കിട്ടും. ഹാഫ് C. നെക്സ്റ്റ് ഇത് ഉപയോഗിച്ച് നമ്മൾ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്, കുറെ കൺസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിച്ച്, ഈ ആശയം ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഈ ആംഗിൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇവിടെ 120 ഡിഗ്രി ആണ് എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ഉണ്ടാക്കിയാൽ നമുക്ക് ഈ സർക്കിളിനെ രണ്ട് കഷ്ണങ്ങളായി അംശബന്ധമായി അതിൽ നമുക്ക് ആവശ്യമായ അംശബന്ധത്തിൽ മുറിക്കാം അല്ലേ. 120 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഈ ആശയം ഉണ്ടായാൽ നമുക്ക് സർക്കിളിനെ സെന്റർ ഇല്ലാതെ തന്നെ മുറിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ അടുത്തത് നമ്മൾ ക്ലോക്ക് പ്രോബ്ലംസിലേക്കാണ് 2 വർക്ക്ഷീറ്റുകൾ നീങ്ങിയത് അല്ലെ. ആ ക്ലോക്ക് പ്രോബ്ലംസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ 12 ഡിവിഷനായി ക്ലോക്കുകളെ തിരിക്കാമെന്നും ഓരോ ഡിവിഷന്റെയും ഓരോ ചെറിയ ആർക്കും ഓരോ ഡിവിഷന്റെയും ആംഗിൾ 30 ഡിഗ്രി ആണെന്നാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലേ. ചിത്രം വരച്ചില്ല, ക്ലോക്കിന്റെ ചിത്രം വരച്ചില്ല. ഓക്കെ, എന്തായിരുന്നു സർക്കിളിനെ, ക്ലോക്ക് ഒരു സർക്കിൾ ആകൃതിയാണെന്നും ക്ലോക്കിന്റെ ഡയൽ സർക്കിൾ ആകൃതിയാണെന്നും അതുകൊണ്ട് എന്താണ് സംഭവിക്കുക, 12 ഡിവിഷൻസ് ആയി അല്ലെ. 12 മണിക്കൂറാണ് നമ്മുടെ ക്ലോക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ 1നും 2നും ഇടയ്ക്ക് ഒരു ചെറിയ ആർക്ക്. ഓക്കെ, ആ ഓരോ ആർക്കും ഓരോ ഡിവിഷനായിട്ട് സെൻട്രലിലേക്ക് യോജിപ്പിച്ചാൽ ഓരോ ഡിവിഷനായി മുറിയുമെന്നും അങ്ങനെ 12 ഡിവിഷൻസ് ഉണ്ട്. 360 ഡിഗ്രിയാണ് 12 ഡിവിഷൻ എങ്കിൽ ഓരോ ഡിവിഷനും ഓരോ ഭാഗത്തിനും 30 ഡിഗ്രി വീതമാണെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് ഒരു അവർ ഹാൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി കോണളവ് ഉണ്ടാക്കും. അവർ ഹാൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയും ഒരു മിനിറ്റിൽ ഹാഫ് ഡിഗ്രിയും 1/2 ഡിഗ്രിയുമാണ് ഉണ്ടാക്കുക. മിനിറ്റ് ഹാൻഡ് ആണെങ്കിലോ ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ മൊത്തം കറങ്ങി വരും, അതായത് 360 ഡിഗ്രിയും അതുപോലെ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി കോണളവും ആണ് ഉണ്ടാക്കുക. എന്ന
ആശയമാണ് അവിടെ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ യോജിപ്പിച്ച് കോഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയമാണ് അവിടെ തുടങ്ങി വെച്ചത് അല്ലേ. അതിൽ നിന്നുള്ള കണ്ടിന്യൂവേഷൻ ആയിരുന്നു ഇത്. എന്തായിരുന്നു? സർക്കിളിലെ ഏത് രണ്ട് പോയിന്റും യോജിപ്പിച്ചാൽ ഒരു കോഡ് കിട്ടുമെന്നും ഒരു ഞാൻ കിട്ടുമെന്നും ആ ഞാൻ വൃത്തത്തെ രണ്ട് സെഗ്മെന്റുകൾ വൃത്തഖണ്ഡങ്ങളായി മുറിക്കുമെന്നും നമ്മൾ പറഞ്ഞില്ലേ. ഓർമ്മയില്ലേ മക്കളെ ഇതൊക്കെ പഠിച്ചത്? വൃത്തത്തിലെ ഏത് രണ്ട് ബിന്ദുക്കളും ചേർന്ന് വരയ്ക്കുന്ന ഈ വരയ്ക്ക് പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ അല്ലെ. ഈ ഞാൻ വൃത്തത്തെ രണ്ട് കഷ്ണങ്ങളായി മുറിക്കും, രണ്ട് വൃത്തഖണ്ഡങ്ങളായി മുറിക്കും, രണ്ട് സർക്കിൾ സെഗ്മെന്റ്സ് ഉണ്ടാക്കും. അതിലെ ഓരോ സെഗ്മെന്റ്സും, സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉൾഭാഗം അടക്കമാണ്. ചാപം എന്ന് പറയുമ്പോൾ ഈ ഭാഗം, ഇതിന്റെ ഈ ബൗണ്ടറി മാത്രമേ ഉള്ളൂ. ക്ലിയർ? അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു പപ്പടത്തെ നമ്മൾ രണ്ട് പീസാക്കിയാൽ ഓരോന്നും ഓരോ സെഗ്മെന്റ് ആണ്, സർക്കിൾ സെഗ്മെന്റ് ആണ്, സർക്കിൾ ആകൃതിയിലുള്ള പപ്പടമാണെങ്കിൽ. ഓക്കെ, അപ്പോ അതേപോലെ ഇതൊരു സർക്കിൾ സെഗ്മെന്റ് ആണ്. ആ സർക്കിൾ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഈ ഭാഗത്തുള്ളത്. ക്ലിയർ? അപ്പൊ അതേപോലെ രണ്ട് സെഗ്മെന്റ്സ് രണ്ട് വൃത്തഖണ്ഡങ്ങളായി മുറിക്കുമെന്നും അതിലെ ഓരോ വൃത്തഖണ്ഡത്തിലെയും കോണ് അതിന്റെ സെൻട്രൽ ഏംഗിളിന്റെ ഹാഫ് ആണ് എന്നും പറഞ്ഞു. ഇവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ സെഗ്മെന്റ്സിലെ രണ്ട് സെഗ്മെന്റ്സിലെയും ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ മറുഖണ്ഡങ്ങളിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ 180 നിന്ന് എക്സ് കുറച്ചതായിരിക്കും ഈ ഏംഗിൾ എന്ന് പറയുന്നത്. അതിന് ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 150, ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 110, രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതാണ് പറഞ്ഞത്. രണ്ട് സെഗ്മെന്റ്സ് ആയി മുറിക്കുമെന്നും അതിന്റെ രണ്ട് സെഗ്മെന്റ്സിലുമുള്ള കോണുകളുടെ തുക 180 ഡിഗ്രി. വളരെ സിമ്പിൾ ആണ് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു, റിവിഷനെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ഏത് കൺസെപ്റ്റിലേക്ക് എത്തിയത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതായി 4 പോയിന്റ്സ് ആണ് നമ്മുടെ ചർച്ചയിൽ വന്നത്. അടുത്തത് ആ 4 പോയിന്റ്സും ചേർത്ത് വരയ്ക്കുമ്പോൾ ഒരു ക്വാഡ്രിലേറ്ററൽ, ഒരു ചതുർഭുജം കിട്ടുമെന്നും ആ ചതുർഭുജം ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നാണ് പേര്. വൃത്തത്തിലെ 4 ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന ചതുർഭുജത്തിനാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അതായത് ആ ചക്രീയ ചതുർഭുജത്തിന്റെ 4 മൂലകളും കോർണേഴ്സും വൃത്തത്തിലെ ബിന്ദുക്കളായിരിക്കും. 4 ബിന്ദുക്കളും വൃത്തത്തിലെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ആശയം തന്നെ ഇവിടെയും പറയാം. ആ കോണുകൾ എന്ന് പറയുന്നത് ഈ ചതുർഭുജത്തിന്റെ എതിർകോണുകളാണ് അല്ലെ. എതിർകോണുകൾ കൂട്ടിയാൽ 180 എന്നാണ് കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചത്. അപ്പൊ അതിവിടെ ഉപയോഗിക്കാലോ. ഏതൊരു ചക്രീയ ചതുർഭുജത്തിനും സൈക്ലിക് ക്വാഡ്രിലേറ്ററിലെ ഓപ്പോസിറ്റ് ഏംഗിൾ സമ 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഏംഗിൾ പി പ്ലസ് ഏംഗിൾ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. സിമിലർലി ഏംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഏംഗിൾ, അതായത് ഏംഗിൾ പി എ ക്യൂ പ്ലസ് ഏംഗിൾ പി ബി ക്യൂ, ഈ രണ്ട് ഏംഗിളും കൂട്ടിയാലും 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കും. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ഏംഗിൾ സം ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് 180 ഡിഗ്രി എന്നൊരു ആശയമാണ് ലാസ്റ്റ് വർഷത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. ഈ ആശയത്തെ ഉപയോഗിച്ച് നമ്മൾ 5 പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. ഏംഗിൾസ് കാണാനും പ്രൂവ് ചെയ്യാനും ഉള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഏംഗിൾസ് കാണാനും പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അവർ ചോദിച്ചിരിക്കുന്നത് സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം ടു ABCD എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് AB is parallel to CD, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതൊരു ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം ആണെന്ന് പറയാൻ സാധിക്കും അല്ലേ. പക്ഷെ ആ ട്രപ്പീസിയത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. AD ഈക്വൽ ടു BC. നമുക്ക് ഇങ്ങനെ മനസ്സിൽ നിന്ന് എടുത്തു പറയണേക്കാൾ നമുക്കൊരു ചിത്രത്തിലൂടെ പറയുകയായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ നല്ലത്. നോക്കാം നമുക്ക് എന്താണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. ചിത്രത്തിൽ നമുക്ക് തന്ന കാര്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്താണ്? ABCD is a quadrilateral. അങ്ങനെ തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ AB is parallel to DC. അതായത് എതിർവശങ്ങളാണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. കൂടാതെ AD ഈക്വൽ ടു BC. AD എന്ന നീളവും BC എന്ന സൈഡിന്റെ നീളവും ഈക്വൽ ആണ് എന്ന് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം. ഇതിന് പാരലൽ ആണ് എന്ന് കണ്ടാൽ തന്നെ, സമാന്തരമാണ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതൊരു ലംബകമാണ്, ട്രപ്പീസിയമാണ്. പിന്നെ ആ പാരലൽ അല്ലാത്ത, സമാന്തരങ്ങൾ അല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യവും കൂടിയാണെങ്കിലോ
ഈക്വൽ ആണെങ്കിൽ അതിന് പ്രത്യേകം ട്രപ്പീസിയത്തിന് പേര് പറയാം ഐസോസിലസ് ട്രപ്പീസിയം അല്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം. അപ്പൊ ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ് പാരലൽ ആയിരിക്കുമെന്നും പാരലൽ അല്ലാത്ത രണ്ട് സൈഡും ഈക്വൽ ലെങ്ത് ആയിരിക്കും എന്നുള്ളതാണ് സമപാർശ്വ ലംബകം ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത. നെക്സ്റ്റ് പാർട്ട്, ദിസ് ക്വാഡ്രിലേറ്ററൽ ഈസ് സൈക്ലിക്, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. അവർ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് പറഞ്ഞിട്ട്. അതിനെ എങ്ങനെ നിങ്ങൾക്ക് അതിനെ റീസൺ പറയാൻ സാധിക്കും? ജസ്റ്റിഫൈ ചെയ്യൂ, അത് നിങ്ങളത് സമർത്ഥിക്കൂ എന്നാണ്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് നിങ്ങൾ എവിടെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും നിങ്ങൾ ഉടനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സം എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി 180 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്ത് കിട്ടിയാൽ മതി. നിങ്ങൾ ഏതൊരു പ്രോബ്ലത്തിലും സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഓപ്പോസിറ്റ് ആംഗിൾ സം 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കല്, മറ്റൊന്ന് അതിന്റെ 4 കോർണറിൽ കൂടെയും സർക്കിൾ വരച്ച് കാണിച്ച് അത് വരയ്ക്കാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്താലും മതി. പക്ഷേ അത് വളരെ എളുപ്പമല്ല. ഇതിന്റെ 4 കോർണറിൽ കൂടി നമ്മൾ സർക്കിൾ കൃത്യമായി കടന്നു പോകത്തക്ക വിധത്തിലെ സർക്കിൾ വരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? സെന്റർ എവിടെയാണ് എന്നൊക്കെ കണ്ടെത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത മാർഗം ഉപയോഗിക്കാം. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ സം 180 എന്നതിലേക്ക് നമ്മൾ എത്തണം. എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആണ് എന്ന് എഴുതാം. ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആംഗിൾ എ എക്സ് ഡിഗ്രി. നമുക്ക് ഇത് പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? പാരലൽ ആണ് എന്ന് തന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സും ഇതും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കണം? പാരലൽ ലൈൻസിനെ ഒരു വര കൂട്ടിമുട്ടിയാൽ അതിന്റെ ആ വരയുടെ ഒരേ വശത്തുള്ള ഉള്ളിലുള്ള രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കണം. ആ സൈഡിന്റെ ഒരേ ഭാഗത്തുള്ള രണ്ട് ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കണം. പോയിന്റീരിയർ ആംഗിൾ സം 180 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്, 180 ആണ്. അപ്പൊ ഈ ഒരെണ്ണം എക്സ് ആണെങ്കിലോ എങ്ങനെയായിരിക്കും? പല കുട്ടികൾക്കും ക്ലാസ്സിൽ അത് പറയാൻ കിട്ടാറില്ല. എക്സ് എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരെണ്ണം 50 ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരെണ്ണം 50 ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഒരെണ്ണം 50 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ മറ്റേത് എത്രയായിരിക്കും? നിങ്ങൾ മനക്കണക്ക് പറയുമല്ലോ, 130. എങ്ങനെയാണ് നിങ്ങൾക്ക് 130 എന്ന് കിട്ടിയത്? 180 മൈനസ് 50 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എത്രയാ മക്കളെ? 180 മൈനസ് എക്സ്. 180 നിന്ന് ആ എക്സ് കളഞ്ഞത് 180 മൈനസ് എക്സ് ഇത്ര എത്തിയില്ലേ? അപ്പൊ നമ്മൾ എന്താണ് എഴുതിയത്? ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ്. നമ്മൾ എങ്ങനെ എഴുതണം? ഇത് എക്സ് ഡിഗ്രി ആണ് എന്ന് നമ്മൾ ഊഹിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് എക്സ്. therefore ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. കാരണം എന്താണ്? നിങ്ങൾ റീസൺ എഴുതേണ്ടത് അത് പാരലൽ ആണ്. എ ബി പാരലൽ ടു ഡി സി. പോയിന്റീരിയർ ആംഗിൾ സം 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? പാർശ്വാന്തര കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 180ലേക്ക് എത്തി. നമുക്ക് പക്ഷെ എത്തേണ്ടത് എവിടെയാണ് മക്കളെ? നമുക്ക് എത്തേണ്ടത് ഇത് എക്സ് ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ എന്തിലേക്ക് എത്തണം? 180 മൈനസ് എക്സിലേക്ക് എത്തണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് എന്നാണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 180 മൈനസ് എക്സ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം സമപാർശ്വ ലംബകമാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കുമെന്ന് അല്ലേ? ആ പാരലൽ ലൈൻസിലും മേലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെയും 180 മൈനസ് എക്സ് ആയിരിക്കും. സമപാർശ്വ ലംബകം ഐസോസിലസ് ട്രപ്പീസിയത്തിൽ എന്താണ്? ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. ബേസ് ആംഗിൾസ് ആ പാരലൽ ആയിട്ടുള്ള സൈഡും മേലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇത് 30, ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ 150. ക്ലിയർ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്നതിലേക്കാണ് നമ്മൾ എത്തിയത് അല്ലേ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ബിക്കോസ് ABCD an isosceles trapezium. ABCD സമപാർശ്വ ലംബകമാണ്. അതുകൊണ്ട് അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. പാദ കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇത് രണ്ടും എക്സ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി.
ഇത് അല്ലെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് എന്ന റീസണും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 180 മൈനസ് എക്സ്, ഇത് രണ്ടും 180 മൈനസ് എക്സ് ആണ്. ഇവിടെ angle A equal to angle B equal to x ഡിഗ്രി. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യം മറന്നു പോവല്ലേ, എന്താണ് സൈക്ലിക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആകുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. angle A plus angle C പരിശോധിക്കാൻ. therefore angle A plus angle C equal to x plus 180 minus x അല്ലേ? ചെയ്തു നോക്കൂ. x plus 180 minus x. x minus x 0 ആയി, ബാക്കി എത്രയാണ്? ഇത് 180 ഡിഗ്രി. ഇതുപോലെ തിരിച്ചും angle B plus angle D യും എത്ര തന്നെയാണ്? 180 ഡിഗ്രി തന്നെയാണ്. അത് ഒരെണ്ണം 180, ഒരു പെയർ 180 ആണെങ്കിൽ അടുത്ത പെയർ ഉറപ്പായും ക്വാഡ്രിലേറ്ററിലെ 180 ഡിഗ്രി 180 ഡിഗ്രി തന്നെ ആയിരിക്കും. അതായത് in this isosceles trapezium opposite angles are equal to 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ എത്തിയില്ലേ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. എന്താണ് നമ്മുടെ ലക്ഷ്യം? therefore ABCD quadrilateral ABCD is cyclic. therefore ABCD is cyclic. അല്ലേ? അതുകൊണ്ട് ചതുർഭുജം ABCD ചക്രീയമാണ്, ചക്രീയ ചതുർഭുജം ആണ്. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ. ഞാൻ സ്റ്റെപ്പ് എഴുതുന്നത് നിങ്ങൾ പ്രൂഫ് എഴുതുമ്പോൾ അതിന് കൃത്യമായ സ്റ്റെപ്സ് വേണം. മറ്റത് നമുക്ക് മുമ്പുള്ള പ്രോബ്ലംസ് ഒക്കെ തരുമ്പോൾ നമുക്ക് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു വന്നത്. ആ സബ് ക്വസ്റ്റ്യൻ ഇല്ലാതെയാണ് ഇപ്പം നിങ്ങളോട് പ്രൂഫ് ചോദിച്ചത്. എന്തിനാണ് വർക്ക്ഷീറ്റിൻ്റെ ഉപയോഗം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ അങ്ങനെ ആ സബ് ക്വസ്റ്റ്യനിലൂടെ മനസ്സ് ചിന്തിച്ച് വേണം നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് പറയാൻ പറഞ്ഞു. അതൊരു ഐസോസിലസ് ട്രപ്പീസിയം, സമപാർശ്വ ലംബകം. ഓക്കെ, ഇനി സമപാർശ്വ ലംബകം സൈക്ലിക് ആണ്. ഏതൊരു സമപാർശ്വ ലംബകവും സൈക്ലിക് ആണ്, ചക്രീയമാണ് എന്ന് തെളിയിക്കണം. അതാണ് നമ്മൾ അടുത്തത് പറഞ്ഞത്. എന്താണ്? ഇവിടെ angle A x ആണെങ്കിൽ ഇതും angle B x ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇവിടെ x ആണെങ്കിൽ 180 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതും 180 മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ രണ്ട് പെയറിലും 180 ആണ്. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ഐസോസിലസ് ട്രപ്പീസിയം എല്ലായ്പ്പോഴും സൈക്ലിക് ആണ്. ഈ മനസ്സിൽ ഇത് ഓർമ്മ ഒന്നും ഇരിക്കട്ടെ. എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഐസോസിലസ് ട്രപ്പീസിയത്തിനെ കണ്ടാൽ നിങ്ങൾ ഓർക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്നൊരു ഐഡിയ നമ്മൾ തെളിയിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരണം കേട്ടോ. ആംഗിൾസ് കാണേണ്ട പ്രോബ്ലംസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആ ഐസോസിലസ് ട്രപ്പീസിയം സമപാർശ്വ ലംബകമാണെങ്കിൽ അതിൻ്റെ കോണുകൾക്ക് പ്രത്യേകതയുണ്ട്. ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും എന്നൊരാശയം ഉണ്ടായിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് ഇവിടെ തന്നത് the corners of a trapezium are on a circle. ഒരു ട്രപ്പീസിയം, ഒരു ലംബകത്തിന്റെ മൂലകളെല്ലാം വൃത്തത്തിലെ ബിന്ദുക്കളാണ്, വൃത്തത്തിലാണ്. എങ്കിൽ നിങ്ങൾ തെളിയിക്കേണ്ടത് ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്, ഇതൊരു സമപാർശ്വ ലംബകമാണ് എന്ന് തെളിയിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ടീച്ചർ ഇത്തിരി നേരത്തെയല്ലേ, കുറച്ചു മുമ്പല്ലേ ഇത് തന്നെയല്ലേ തെളിയിച്ചത്? പക്ഷേ തിരിച്ചറിയണം, രണ്ടും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നത് എല്ലാ സമപാർശ്വ ലംബകങ്ങളും ചക്രീയ ചതുർഭുജമാണ് എന്നാണ് തെളിയിച്ചത് അല്ലേ. എല്ലാ ഐസോസിലസ് ട്രപ്പീസിയംസും സൈക്ലിക് ആണ് എന്നാണ് തെളിയിച്ചത്. ഇവിടെ എന്താ ചോദിച്ചത്? സർക്കിളിലെ കോർണേഴ്സ് ആയിട്ട് വരത്തക്ക വിധത്തിൽ ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രപ്പീസിയം, ആ ലംബകം ഒരു സമപാർശ്വ ലംബകമായിരിക്കും, അല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആയിരിക്കും, ഇതൊരു സമപാർശ്വ ലംബകമായിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ സമപാർശ്വ ലംബകം എന്ന് തെളിയിക്കാൻ നമ്മൾ എവിടെ എത്തണം? ഒരു ട്രപ്പീസിയം തന്നിട്ട് അതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് തെളിയിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, പാരലൽ അല്ലാത്ത രണ്ട് സൈഡുകളുടെയും നീളം ഈക്വൽ ആയിരിക്കും, സമാന്തരങ്ങളല്ലാത്ത രണ്ട് വശങ്ങളുടെ നീളം തുല്യമായിരിക്കും എന്ന് തെളിയിച്ചാൽ മതി. അതായത് ഈ രണ്ട് വശങ്ങളുടെ നീളം തുല്യമായിരിക്കും എന്ന് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ന് തെളിയിച്ചാൽ മതി, ഈ പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളുണ്ട് അല്ലേ, ആ സൈഡിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി. ക്ലിയർ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 എന്ന് തെളിയിച്ചാൽ മതി. ക്ലിയർ? അതായത് ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് തെളിയിച്ചാൽ മതി. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾസ് ആന്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ബേസ് ആംഗിൾസ്, ഇവിടെയുള്ള ആംഗിൾ തന്നെയാണ്, ആ അളവ് തന്നെയാണ് ആംഗിൾ ബിയിലും ഉള്ളത് എന്ന് നമുക്ക് തെളിയിക്കണം. നോക്കൂ മക്കളെ, നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്.
തന്നിട്ടില്ല കേട്ടോ. നമ്മൾ അതിനായിട്ട് ഞാനൊരു റഫ് ഫിഗർ വരച്ചതാണ്. ഓക്കെ, റഫ് ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ട് വെറുതെ ഒരു വൃത്തം വരച്ചേ അങ്ങനെ വൃത്തമാകത്തക്ക വിധത്തിലൊന്നും അവനെ ചെറുതായിട്ട് അങ്ങനെയൊന്നല്ല. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവാൻ വിധത്തിൽ നമുക്ക് ഏംഗിൾസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതണം. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ നിങ്ങൾ ഒരു ചിത്രം അനുയോജ്യമായ വിധത്തിൽ നമ്മൾ സ്യൂട്ടബിൾ ആയ രീതിയിൽ അതിൽ വരച്ചു വയ്ക്കുക. ആൻസർ ചെയ്യുമ്പോൾ വരച്ചു വയ്ക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏംഗിൾസിൽ നിന്ന് തുടങ്ങാം. ഏംഗിൾസിലല്ലേ നമുക്ക് എത്തേണ്ടത്, ഏംഗിൾസിൽ തുടങ്ങാം. ഞാൻ ഏംഗിൾ എക്സ് എന്ന് വിചാരിച്ചു. ഇവിടെ നമുക്കിതൊരു ട്രപ്പീസിയം, ഇവിടെ ഒരു ഇത് എ ബി വ്യാസമല്ല കേട്ടോ, ഡയമീറ്റർ അല്ല. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ സെൻട്രൽ കൂടി ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളോട് ഞാൻ മുന്നത്തെ വർക്ക്ഷീറ്റുകളിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സെന്റർ മാർക്ക് ചെയ്ത് അതിൽ കൂടി കടന്നുപോയി എന്ന് നിങ്ങൾക്ക് ചിത്രത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സെൻട്രൽ കൂടി എ ബി വ്യാസമാണ് ഡയമീറ്റർ ആണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഇതൊരു വ്യാസമാണ് ഡയമീറ്റർ ആണ് എന്ന് നിങ്ങൾ പറയാനേ പാടില്ല. ഓക്കെ, ഇതൊരു കോഡ്, ഒരു ഞാൻ മാത്രമാണ് ഈ വൃത്തത്തിന്റെ. ഓക്കെ, അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് രണ്ടും സമാന്തരമാണ്. അതുകൊണ്ട് ഇത് എത്രയായിരിക്കണം? കോഇന്റീരിയർ ഏംഗിൾസിന്റെ സമം 180 ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ് ആയിരിക്കണം. അല്ലേ? ക്ലിയർ? ഇത്രയാണ് നമുക്ക് അറിയുന്ന കാര്യം. ഇനി നമ്മൾ ഇതിൽ നിന്ന് എവിടേക്കൊക്കെ എത്താം, നമുക്ക് തന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇതൊരു സൈക്ലിക് ആണ് അല്ലേ? എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആവണം. അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 180 മൈനസ് എക്സ് ആയിരിക്കണം അല്ലേ? ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വേണ്ടേ? ലംബകത്തില് ട്രപ്പീസിയത്തില്. അങ്ങനെയാണെങ്കിൽ ഇത് 180 എക്സ് കുറവാണെങ്കിൽ ആ കുറവുള്ള എക്സ് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ബേസ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആണ് കേട്ടോ. ബേസ് ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്. നമ്മൾ ചിത്രത്തിൽ ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഇനി ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുക. എങ്ങനെ നമ്മൾ ഇതെന്നെ എഴുതി ഫലിപ്പിക്കും അല്ലേ? എഴുതിയാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിൽ ചെയ്യാൻ അറിയാം, പക്ഷേ പല കുട്ടികൾക്കും ക്ലാസ്സിൽ കാണാറുള്ളത് അത് സ്റ്റെപ്സ് എഴുതി ചെയ്യാനുള്ള ഒരു സ്കില്ല്, അതൊരു കഴിവില്ല എന്നുള്ളതാണ്. എഴുതി ഫലിപ്പിക്കാൻ മറ്റുള്ളവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് അല്ലേ? നിങ്ങളുടെ ബുക്ക് നോക്കുന്ന അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന മറ്റൊരാൾക്ക് ഇത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും ചെറിയ സെന്റൻസിൽ അല്ലേ, കുറേ വാരി വലിച്ച് എഴുതിയിട്ടല്ല, കുറച്ച് സെന്റൻസിൽ നമ്മളത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന്, നിങ്ങൾ ചിന്തിച്ചത് എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം തുടങ്ങിയത് നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? എ ബി സി ഡി ഇസ് എ ട്രപ്പീസിയം. അതാണ് നമുക്ക് തന്ന കാര്യം. എ ബി സി ഡി ഈസ് എ സൈക്ലിക് ട്രപ്പീസിയം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അത് സൈക്ലിക് ആണ്, ചക്രീയമാണ്, സൈക്ലിക് ട്രപ്പീസിയം. ഇനി എന്ത് ചെയ്താൽ മക്കളെ, നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു? ഏംഗിൾസ് ആണ്. നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലെ ഒരു ഏംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുന്നു. ആംഗിൾ എ ഈക്വൽ ടു എക്സ് അല്ലേ? തന്നെത്താനാണ് അത് സമർത്ഥിച്ച് പോകേണ്ടത്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഏംഗിൾ എ ഈക്വൽ ടു എക്സ്. ഇനി എന്തിലേക്ക് പോകണം? നമ്മൾ ലംബകമാണ്, ട്രപ്പീസിയമാണ് എന്നതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ് എന്നല്ലേ നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഏംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഓക്കെ, കാരണം എന്താണ്? കോഇന്റീരിയർ ഏംഗിൾ സമ 180 ആയിരിക്കും. അതായത് പാർശ്വാന്തര കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അടുത്തത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഏത് ഐഡിയ ആണ്? ഇപ്പൊ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സൈക്ലിക് യൂസ് ചെയ്യാൻ പോവാണ്. സൈക്ലിക് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഏംഗിൾ സമ 180 ആയിരിക്കും അല്ലേ? ഏംഗിൾ എ ഈക്വൽ ടു എക്സ് മീൻസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് എക്സ്. കാരണം ഓപ്പോസിറ്റ് ഏംഗിൾ സം ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈസ് 180 ഡിഗ്രി. അത് വെച്ചാണ് എഴുതിയത് അല്ലേ? ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഏംഗിൾ ബി എന്തായിരിക്കും? therefore angle b equal to x. ഇതിന്റെ റീസൺ ആണ് കേട്ടോ. therefore angle b equal to x കാരണം കോഇന്റീരിയർ ഏംഗിൾ സമ 180 ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ളതിലേക്ക് എത്തുന്നു. നമുക്ക് സൈക്ലിക് ആണ്. നമുക്ക് എന്താണ് ആവശ്യം? എന്താണ് തെളിയിക്കേണ്ടത്? ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആണ് എന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറയുന്നു. therefore
ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, രണ്ടും എക്സ് ആണ്. എക്സോ ആയത് എത്രയാണെന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, ബേസ് ആംഗിൾസ് ഈക്വൽ, കോണുകൾ തുല്യമാണ്. Therefore, ABCD is an isosceles trapezium. ആയതുകൊണ്ട് ABCD ഒരു സമപാർശ്വ ലംബകമാണ്. ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തേണ്ടത്. അപ്പൊ തന്നതിൽ നിന്ന് തുടങ്ങി നമ്മൾ തരാത്തതിലേക്ക് പ്രൂവ് ചെയ്ത് എത്തിക്കണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്കത് സാധിക്കും മക്കളെ. നിങ്ങൾ 2 or 3 എണ്ണം പ്രൂവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ഇതുപോലെ ഐഡിയാസ് വരും. നിങ്ങളെ കൊണ്ടത് സാധിക്കും. നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാനായിട്ടത് സാധിക്കും, ഉറപ്പാണ്. ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നും കിട്ടാൻ വിഷമമില്ലല്ലോ അല്ലേ? പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെയോ ഏതെന്നെങ്കിലും എടുത്തിട്ട് നിങ്ങൾ പ്രോബ്ലംസ് പ്രൂവ് ചെയ്ത് നോക്കൂ. പല കുട്ടികളുടെയും പ്രത്യേകത ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ചെയ്യുന്നത് SLC റിവിഷൻ ആ സമയം കിട്ടുമ്പോൾ മാത്രമാണ്. നമ്മൾ ചെയ്യേണ്ടത് അതല്ല. നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ ഡെയിലി ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മുടെ പണി എന്താണ്? ആ ഹോംവർക്ക് ചെയ്യൽ മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ചിന്തകളെ, അതിലേക്ക് നമ്മൾ പഠിച്ച ആശയങ്ങളെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കണം. ആദ്യമൊന്നും എനിക്കും പറ്റിയിരുന്നില്ല. ആദ്യമൊന്നും മനസ്സിലായോ? ആർക്കും പറ്റില്ല മക്കളെ. അത് തുടർച്ചയായി പരിശീലിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ആർക്കെങ്കിലും ആദ്യമായിട്ട് ഒരു പണി ചെയ്യുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. തുടർച്ചയായി കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടുക കേട്ടോ. അപ്പം നിങ്ങൾക്കും അതുപോലെ ആദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് മേടിക്കുക. ആ ഹെൽപ്പിൽ നിങ്ങളത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്വയം അത് ചെയ്യാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും എത്ര മാത്സ് വിഷമമാണ് എന്ന് പറയുന്ന കുട്ടിക്കും ഉറപ്പായും SSLC എക്സാം ആവുമ്പോഴേക്കും നിങ്ങളുടെ സ്കില്ല് കൂടിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഉറപ്പായിട്ടും A+ തന്നെ നിങ്ങളെ അത് കൊണ്ടെത്തിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, വളരെ താഴ്ന്ന C+ന് താഴെ മാർക്ക് ഗ്രേഡ് കിട്ടാറുള്ള കുട്ടികൾ പോലും അവസാനം ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർക്ക് A+ എത്താൻ സാധിച്ചിട്ടുണ്ട്. കുറേയധികം കുട്ടികൾക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. കുറേ വർഷങ്ങൾ ഞാൻ ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതിൽ നിന്ന് ഉള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾക്കത് സാധിക്കും, ഉറപ്പായും സാധിക്കും. നിങ്ങൾക്ക് ആകെ ഒരു കഴിവ് മാത്രം ഉണ്ടായാൽ മതി. എന്താണ് ആ കഴിവ്? നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ മറന്നു പോകരുത്. എനിക്കത് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ദിവസേന സ്പെൻഡ് ചെയ്യാൻ, ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ നിങ്ങൾ ഉറപ്പായും നേടിയിരിക്കും കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടും. അത് നമ്മൾ അതിനു വേണ്ടി കുറച്ച് ഒന്ന് ആദ്യത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. പിന്നെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് സന്തോഷിച്ചൂടെ അല്ലേ? പേരൻസിനെ പ്രൗഡാക്കാം, ഓക്കെ, ടീച്ചേഴ്സിനെ പ്രൗഡാക്കാം അല്ലേ? കൂട്ടുകാരെ പ്രൗഡാക്കാം. കൂട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോട് കൂടിയിട്ട് നിൽക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു ചെറിയ കഷ്ടപ്പാട് നിങ്ങളെ ആ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങളൊരു സ്വപ്നം കണ്ടു നോക്കൂ. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു റിസൾട്ട് വന്ന് നല്ല അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സമയത്തെ നിങ്ങൾ മുന്നിൽ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോഴും തന്നെ പഠിക്കാൻ തീർച്ചയായിട്ടും തോന്നും. അങ്ങനെ ചെയ്തു നോക്കി പഠിക്കാൻ. കണക്ക് എപ്പോഴും പാസീവ് ലേണിംഗ് പാടില്ല. നോക്കി വായിച്ചു പോകരുത്. കൈകൊണ്ട് ചെയ്ത് അത് ചെയ്ത് പഠിക്കുക. വീഴട്ടെ, കുറേയധികം തെറ്റട്ടെ, എന്നിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പഠിച്ചെടുത്തത് കേട്ടോ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നത് എന്ന് നോക്കാം. നോക്കൂ, ഇൻ ട്രയാങ്കിൾ ABC, ബി ഇവിടെയാണ് കേട്ടോ. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ B ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ B ഈക്വൽ ടു 30 ഡിഗ്രി. Then angle C, angle C എന്ന് പറയുന്നത് ഇതാണ്. ACB എന്ന് പറയുന്ന ഈ ആംഗിൾ ആണ് കേട്ടോ, 100 ഡിഗ്രി. Then D is a point. ഇതൊരു D എന്ന് പറയുന്നത് ABയിലെ ഒരു പോയിന്റ് ആണ്, ഒരു ബിന്ദുവാണ്. എങ്ങനെ ഈ AC എന്ന് പറയുന്നതും DC എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. AD ഈക്വൽ ടു DC. അപ്പോൾ തന്നെ ചിത്രത്തിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക, ഈക്വൽ ചിഹ്നം കൊടുക്കുക. ഈക്വലിന് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ നോട്ട് ചെയ്യാറ് അല്ലേ ചിത്രത്തിൽ. ഇനി ചോദിച്ചിരിക്കുന്നത് ലൈൻ സി ഈസ് പാരലൽ എന്ന് പറയുന്നത് AB എന്ന് പറയുന്നതിന് പാരലൽ ആണ് CE എന്ന് തന്നിട്ടുണ്ട്. BE ഈസ് പാരലൽ ടു CD. BE ഈസ് പാരലൽ ടു CD. ഇതിന് പാരലൽ ആണ്, ഇനി CDക്ക് പാരലൽ ആണ് ഇത് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വാട്ട് ഈസ് ആംഗിൾ CAB? CAB
എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ് തന്നത് എന്ന് ഓർമ്മയില്ലേ? ABEC എന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, അതിൽ AC = CD ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ രണ്ട് ഏംഗിളുകളും തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് CDക്ക് സമാന്തരമാണ്, പാരലൽ ആണ് BE എന്നും തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഈ ഏംഗിൾ A എത്രയാണ് അല്ലെ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഏംഗിൾ A കിട്ടാനായിട്ട് ഇതാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് ചിന്തിക്കേണ്ടത്? ഏംഗിൾ A ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ഉണ്ടോ? A ഉൾപ്പെടുന്നതാ ഈ ട്രയാങ്കിൾ ഉണ്ട്. പക്ഷെ ഇതിലെ രണ്ട് ഏംഗിൾ അറിഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറ്റില്ല. വേറെ ഉണ്ടോ ഏംഗിൾ A ഉൾപ്പെടുന്ന ട്രയാങ്കിൾ? ഇതാ ഇങ്ങനെ ഉണ്ടല്ലോ, ഏംഗിൾ ACB അല്ലെ. ഏംഗിൾ ACB. അപ്പൊ എന്ത് ചെയ്യാം? ഏംഗിൾ ACBയിലെ ഒരു ഏംഗിൾ 100 ആണ്, ഒരു ഏംഗിൾ 30 ആണ്. 100ഉം 30ഉം 130. ബാക്കി ഇവിടെ എത്രയായിരിക്കും മക്കളെ? കിട്ടിയില്ലേ? 180 ആണ്. 3ഉം കൂടി കൂട്ടിയാൽ അതുകൊണ്ട് ബാക്കിയുള്ള 50 ഡിഗ്രി ആയിരിക്കും ഇവിടെ. CAB = എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ് എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഏംഗിൾ CDB എന്നാണ്. CDB കാണാൻ നോക്കൂ. ഏതാണ് ഏംഗിൾ എന്ന് കണ്ടെത്തൂ. സിയിൽ തുടങ്ങി ഡിയിൽ കൂടി കടന്നുപോയി ബിയിൽ അവസാനിക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിയിലാണ് ഏംഗിൾ ഉണ്ടായിട്ടുണ്ടാവുക. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിച്ചിട്ടുണ്ടാവും. സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിൽ കൂടി കടന്നുപോയി ബിയിൽ, അതായത് ഈ ഏംഗിൾ എത്രയാണ്? ഇതെങ്ങനെ കണ്ടെത്തും? നമുക്ക് തന്നിരിക്കുന്നത് ഈ സൈഡിന്റെ നീളം തന്നെയാണ് ഈ സൈഡ്. അതായത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഒരു ഏംഗിൾ 50 ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് 50 ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും മക്കളെ? ഇത് 50 ആയിരിക്കും അല്ലേ. 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതായത് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഏംഗിൾസ് സെയിം ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ലീനിയർ പെയർ അല്ലേ. രണ്ട് ഏംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി അല്ലേ. അപ്പൊ 180ൽ നിന്ന് 50 കുറച്ചാൽ ഇത് 130. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്? ആദ്യം ഈ 130ന്റെ പെയർ ആയിട്ടുള്ള ഈ ഏംഗിൾ എത്രയാണെന്ന് കണ്ടെത്തി അല്ലേ. അതായത് ഏംഗിൾ A = ഏംഗിൾ ADC. ഏംഗിൾ A = ഏംഗിൾ ADC. ഏതാണ്? ഏംഗിൾ A = ഏംഗിൾ ADC. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ആ ട്രയാങ്കിളിന്റെ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഏംഗിൾസും സെയിം ആയിരിക്കും. ക്ലിയർ? =50 ഡിഗ്രി, 50 ഡിഗ്രി. ഇത് 50 ആണെങ്കിൽ നേരെ ഇതിലേക്ക്. Therefore, angle CDB = 180 - 50, അതായത് 130 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ഇവിടേക്ക് എത്തിയത് 130. ഇതൊരു സാമാന്തരികമാണ് കേട്ടോ. ഇനി ഇതും പാരലൽ ആണ് എന്ന് ഓർക്കണം. ഇത് സാമാന്തരികമാണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഇപ്പോഴും അതല്ല ആവശ്യം. ഇത് 50 ആണെങ്കിൽ ഇത് 130 ആണ്. ക്ലിയർ അല്ലേ? സി പാർട്ട് നോക്കൂ. സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഏംഗിൾ BEC. ഏതാണ് BEC? നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മൾ ചിത്രത്തിലൂടെ പറയാം. BEC ഈ ഏംഗിൾ എത്രന്നാണ് ചോദ്യം. ഈ ഏംഗിളിലേക്ക് എത്തണമെങ്കിൽ ഇത് മൊത്തം സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണ് എന്നൊന്നും നമുക്ക് തന്നിട്ടില്ല കേട്ടോ. ചോദ്യത്തിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഏംഗിൾ 50 ആയതുകൊണ്ട് എന്നുള്ള ഐഡിയ ഒന്നും പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. CD is parallel to BE അല്ലെ. ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അതേപോലെ ട്രപ്പീസിയം ആയതുകൊണ്ട് ഇതിന് പാരലൽ ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും DBEC എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം, ഒരു സാമാന്തരികമല്ലേ. അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? DBEC ഒരു സാമാന്തരികമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താണ് സാമാന്തരികത്തിന്റെ ഏംഗിൾസിന്റെ പ്രത്യേകത, കോണുകളുടെ പ്രത്യേകത? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ഏംഗിൾസ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. സാമാന്തരികത്തിന്റെ എതിർകോണുകളുടെ അളവുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഏംഗിളും എത്ര തന്നെയായിരിക്കണം? 130 ഡിഗ്രി തന്നെയായിരിക്കണം അല്ലേ. അതായത് BEC = 130 ഡിഗ്രി. കാരണം പ്രോപ്പർട്ടി ഓഫ് പാരലോഗ്രാം അല്ലേ. ക്ലിയർ? നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ABEC ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണോ എന്ന്? സമപാർശ്വ ലംബകമാണോ എന്ന്? ജസ്റ്റ് ഹൗ ഡു യു നോ ദിസ്? ആണെങ്കിലും അല്ലെങ്കിലും അത് ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് അതെങ്ങനെയാണ് മനസ്സിലായത്? ക്ലിയർ?
നമുക്ക് ഇതിന്റെ പ്രത്യേകത നോക്കാം. ഐസോസിലസ് ട്രപ്പീസിയം ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇത് 50 ആണ്, ഇതിന്റെ ഓപ്പോസിറ്റിലുള്ളത് 130 അതായത് 180 ഡിഗ്രിയാണ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിൾ സമം 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ABEC സൈക്ലിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? ABEC സൈക്ലിക് ആണ്, സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്, സൈക്ലിക് ട്രപ്പീസിയമാണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ സമ 180 ഡിഗ്രിയാണ്. ലംബകം ABEC യിൽ ഓപ്പോസിറ്റ് ആംഗിൾ സം ആംഗിൾ A പ്ലസ് ആംഗിൾ E ഈക്വൽ ടു 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾ സമ 180 ഡിഗ്രിയാണ്, അതുകൊണ്ട് അതൊരു സൈക്ലിക് ആണ്. therefore സൈക്ലിക്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതുകൊണ്ട് ഒരു ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ലംബകം എന്നവർ തന്നതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട്, സമാന്തരമായതുകൊണ്ട് ലംബകമായിരുന്നു. അതുകൊണ്ട് ഇതൊരു ചക്രീയ ലംബകമാണ്, സൈക്ലിക് ട്രപ്പീസിയമാണ്. ഐസോസിലസ് ട്രപ്പീസിയമാണെന്ന് എങ്ങനെ തെളിയിക്കും? ഐസോസിലസ് ആണ് എങ്ങനെ തെളിയിക്കും? നോക്കൂ മക്കളെ, ഇതിന്റെ ഈ സൈഡ് അല്ലെ ട്രപ്പീസിയത്തിന്റെ സമാന്തരങ്ങളല്ലാത്ത രണ്ട് സൈഡ്, ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് വല്ല ഐഡിയയും കിട്ടുമോ നമുക്ക്? ബേസ് ആംഗിൾസിനെ പറ്റി ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, ഈ സൈഡുകൾ ഈക്വൽ എന്നൊരു ആശയം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഇത് ഈക്വൽ ആണ്, പക്ഷെ ഇത് പാരലലോഗ്രാം ആയതുകൊണ്ട്, സാമാന്തരികമായതുകൊണ്ട് ഇതിന് ഇത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശത്തിന്റെ നീളം സെയിം അല്ലേ? അതായത് ട്രപ്പീസിയം ABEC AC ഈക്വൽ ടു BE, AC ഈക്വൽ ടു BE. ഓക്കെ, AC എന്ന സൈഡ് BEക്ക് ഈക്വൽ ആണ്. കാരണം AC ഈക്വൽ ടു CD, CD ഈക്വൽ ടു BE. therefore AC ഈക്വൽ ടു BE. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് പറയാൻ പറ്റും ഈ ലംബകത്തിന്റെ സമാന്തരങ്ങളല്ലാത്ത രണ്ട് വശങ്ങളും തുല്യ നീളമുള്ളവയാണ് അല്ലേ? നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. therefore ABEC is a isosceles trapezium എന്ന് അവസാനിപ്പിക്കണം. സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായി എഴുതി, ആവശ്യമുള്ള സ്റ്റെപ്പ്, അനാവശ്യമായിട്ട് കുറേ എഴുതണ്ട, അത്യാവശ്യമുള്ള സ്റ്റെപ്സ് എഴുതി നിങ്ങൾ ഈ പ്രൂഫ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. സ്വയം ഇനി ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാണുമ്പോൾ ചിത്രങ്ങൾ കാണുമ്പോൾ വലിയൊരു ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് 3 സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ്. സർക്കിൾസ് സെയിം സൈസ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും 3 സർക്കിളുകൾ അത് കൂട്ടിമുട്ടി കടന്നു പോയിരിക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് തെളിയിക്കുന്നത് ABCD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലേറ്ററൽ ഉണ്ടല്ലോ, അത് സൈക്ലിക് ആണ് എന്ന് തെളിയിക്കണം. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ് എന്ന് തെളിയിക്കണം. ABCD ചക്രീയ ചതുർഭുജമാണ് എന്ന് എങ്ങനെ തെളിയിക്കാം? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. സൈക്ലിക് ആണ് എന്ന് തെളിയിക്കാൻ എന്താണ് നമുക്ക് ആവശ്യം? ഒരു ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് ആണ് എന്ന് തെളിയിക്കാൻ, ചക്രീയമാണ് എന്ന് തെളിയിക്കാൻ അതിന്റെ എതിർക്കോണുകളുടെ തുക 180 എന്ന് തെളിയിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഒരു ABCDയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആംഗിൾ AX ഡിഗ്രി എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, അറിയില്ല നമുക്ക് എത്രയോ ആയിക്കോട്ടെ, X ഡിഗ്രിയാണ്. ഇവിടെ X തുടങ്ങി വെച്ച് നമ്മുടെ ആംഗിൾ C 180 - X എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി അല്ലേ? നമ്മുടെ തെളിവ് മുഴുവനായി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ ഇത് തുടങ്ങി വെക്കുന്നത്? X ആണെങ്കിൽ ഇവിടെ വലിയൊരു ക്വാഡ്രിലേറ്ററിലാണ്. ഞാൻ ഇവിടെ 2 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട് അല്ലേ? 2 സർക്കിൾസ്, വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കൂടി ലൈൻ വരച്ച് നോക്കാം. അതേപോലെ ഇവിടെയും ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് യോജിപ്പിക്കുകയാണ്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ P, Q, R, S എന്നിങ്ങനെ ഏതെങ്കിലും പേരുകൾ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോഴൊന്നും കൂടി സിമ്പിൾ ആയിട്ടുണ്ടാവും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി, ഈ സർക്കിളിനെ അടിസ്ഥാനമാക്കി ഏതൊക്കെയാണ് ഇതിലെ പോയിന്റ്സ്? A ഇതിലെ പോയിന്റ് ആണ്, B പോയിന്റ് ആണ്, P എന്നുള്ളത് ഈ സർക്കിളിലെ പോയിന്റ് ആണ്, Q ഈ സർക്കിളിലെ പോയിന്റ് ആണ്. അതായത് ABPQ എന്താണെന്ന് പറയാൻ പറ്റും? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്. ABPQ സൈക്ലിക് ആണ്, ശരിയല്ലേ? ABPQ ഈ ചെറിയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ഉടനെ നമുക്കറിയാം ഇവിടെ X ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം മക്കളെ?
അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണ്ടേ? എങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും? എത്രയാണ്? എക്സ് കഴിഞ്ഞാൽ 180ൽ എക്സ് കഴിഞ്ഞാൽ അത് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ഓൾജിബ്ര ഉപയോഗിക്കുമ്പോൾ പല കുട്ടികൾക്കും അറിയാറില്ല. അപ്പൊ നിങ്ങൾ എക്സ് ആണ് ഒരു സ്ഥലത്തെങ്കിൽ 180 രണ്ട് ആംഗിൾ കൂടിയാൽ 180 വേണം. ഒരാൾക്ക് എക്സ് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ആ എക്സ് കഴിഞ്ഞിട്ടുള്ളതേ കൊടുക്കുള്ളൂ. അതായത് 180ൽ നിന്ന് എക്സ് കളയണം. അതായത് 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? നമുക്ക് അവിടേക്കാണ് എത്തേണ്ടത് കേട്ടോ, ഈ ആംഗിളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ കണ്ണ് അതിലേക്കാണ്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പടിപടിയായി നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ എഴുതണ്ടേ? ഏതായത് ആംഗിൾ എ ഈക്വൽ ടു എക്സ്. Angle A equal to x, therefore implies angle BPQ. Angle BPQ equal to 180 minus x. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രോപ്പർട്ടി അല്ലേ? ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഇതിന്റെ തൊട്ടടുത്തേക്ക് കടക്കാറിയാം. അത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. ഒരു വരയിലെ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് 180ൽ എക്സ് കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള എക്സ് ഇവിടെ എഴുതണം. ഓക്കെ, അങ്ങനെ ലോജിക്ക് യൂസ് ചെയ്ത് ചിന്തിച്ചാൽ മതി. അല്ലാതെ പല കുട്ടികളും കണ്ടിട്ടുണ്ട് 180 രണ്ടും കൂടി കൂട്ടിയാൽ ഒരെണ്ണം കുറയ്ക്കുക 180 മൈനസ് എക്സ്, എന്നിട്ട് ആകെ കൂടായി ഒന്നുമില്ലാതെ മൈനസ് എക്സ് എന്ന് ആൻസർ കിട്ടും. ഇത് ബ്രാക്കറ്റ് ഒന്നും കൊടുക്കില്ല, എന്നിട്ട് മൈനസ് എക്സ് എന്ന് എഴുതും. 180 കുറച്ചാൽ 0, ബാക്കി 0 മൈനസ് എക്സ് എന്നൊക്കെ കൊണ്ടുവരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മക്കളെ. രണ്ടും കൂട്ടിയാൽ 180 ആണ്. 180ന് ഇവിടെ എക്സ് കുറവുണ്ട്. ആ കുറവുള്ള എക്സ് അല്ലേ ഇപ്പുറത്ത് ഉണ്ടായിരിക്കുക. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പൊ ഇത് എക്സ് ആണ്. അപ്പൊ നമുക്ക് എവിടെ എത്തി? ആംഗിൾ QPR. ആംഗിൾ ഇംപ്ലൈസ് ആംഗിൾ QPR ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം ലീനിയർ പെയർ, രേഖീയ ജോഡി കേട്ടോ. ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് ഈ സൈക്ലിക്കിലേക്ക് എത്താം അല്ലേ? ഇതാ രണ്ടാമത്തെ സർക്കിളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ആംഗിൾ. രണ്ടാമത്തെ സർക്കിളിൽ ഒരു പോയിന്റ്, ഇതാ 4 പോയിന്റ്സ് നോക്കൂ, PQSR ഈ സർക്കിളിലെ പോയിന്റ്സ് ആണ്. എങ്കിൽ ഈ ക്വാഡ്രിലേറ്ററൽ ഏത്? PQSR ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? ഈ എത്രയായിരിക്കും? എക്സ് 180ൽ ബാക്കിയുള്ളത് 180ൽ നിന്ന് എക്സ് കുറവ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? ഇത് എക്സ് ആണെങ്കിൽ ഇതിന്റെ പേരെന്താണ്? QSR. ആംഗിൾ QSR ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കിട്ടിയാൽ ഉടനെ ലീനിയർ പെയറിലേക്ക് വീണ്ടും കിടക്കാം. 180ന് എക്സ് കുറവുണ്ട്, ആ കുറവുള്ള എക്സ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴെത്തിയത് ആംഗിൾ RSD. ആംഗിൾ RSD ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് എക്സ് കിട്ടിയാൽ ഇപ്പൊ മൂന്നാമത്തെ സർക്കിളിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാമത്തെ സർക്കിളിലെ 4 പോയിന്റ് ആണ് RSDC. ഓക്കെ, എങ്കിൽ നമുക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. RSDC ഒരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഏത് കോണുകളുടെ തുക 180 ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ 180ൽ ബാക്കിയുള്ള 180ൽ നിന്ന് എക്സ് കുറവായിരിക്കും ഇതില്. അതുകൊണ്ട് ആംഗിൾ DCR ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിത്രത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചാൽ തന്നെ അത് കാണുന്ന മറ്റൊരു അധ്യാപകരെ കണ്ടാൽ തിരിച്ചറിയും, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു കുട്ടിക്ക് കണ്ടാൽ തിരിച്ചറിയും അല്ലെ? ചിത്രത്തിൽ കൂടെ പ്രൂഫ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്റ്റെപ്പുകളിൽ നിങ്ങൾ മാത്രം എഴുതി വെക്കല്ലേ. ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ഫിഗറിലും മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് ഇവിടേക്കായിരുന്നു, അവിടെ എത്തിയിട്ടുണ്ട് അല്ലെ? ഇനി ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇൻ ക്വാഡ്രിലേറ്ററൽ ADCB, ഇൻ ADCB അല്ലെ, അല്ലെങ്കിൽ ABCD ഏതെങ്കിലും പേര് പറയാം. ABCD ആംഗിൾ A പ്ലസ് ആംഗിൾ C പരിശോധിച്ച് നോക്കുകയാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. അത് എത്രയായിരിക്കും? 180 ഡിഗ്രി. 180ലേക്ക് എത്തി അല്ലേ? നമ്മുടെ പ്രൂഫ് അവസാനിക്കുകയാണ്. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി അല്ലേ? എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി. അതുകൊണ്ട് ABCD
ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്. ദാറ്റ്സ് ദ പ്രൂഫ് അല്ലേ? ABCD ക്വാഡ്രിലേറ്ററൽ ABCD ഈസ് സൈക്ലിക് അല്ലെ? ABCD ഒരു ചക്രീയ ചതുർഭുജമാണ് എന്ന് എഴുതി പ്രൂഫ് അവസാനിപ്പിക്കണം. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്വാഡ്രിലേറ്ററൽ ABCDയിലെ ആംഗിൾ AX, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ Dയുടെ അളവ് തന്നിട്ടുണ്ട് അവർ. ഓക്കെ, ചോദ്യം ഫൈൻഡ് ദ ആംഗിൾസ് എന്നുള്ളതാണ്. എക്സ് വെച്ചാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ ആ ആംഗിൾസിന്റെ അളവുകൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനാണ് അവർ ചോദ്യം. ചിത്രം തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം, ചിത്രം വരച്ചില്ലെങ്കിലും വിരോധമില്ല. പക്ഷേ നമുക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് അത് കൊടുത്താൽ നല്ലതാണ്. ആംഗിൾ A എന്ന് പറയുന്നത് എക്സ് ആണ്, ABCD. ചിലപ്പോൾ ചിത്രത്തിന്റെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ടാവും. നമ്മൾ അളവ് കണ്ടുപിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ഷേപ്പിലാവില്ല ആ ക്വാഡ്രിലേറ്ററിൽ. എന്നാലും 4 വശമല്ല ഒരു രൂപം വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആംഗിൾ A എക്സ്, ആംഗിൾ B എന്ന് പറയുന്നത് x+10, ആംഗിൾ C 2x, ആംഗിൾ D 2x-10. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫൈൻഡ് ദ ആംഗിൾസ് എന്നാണ്. ചിത്രമില്ലാതെ പല കുട്ടികൾക്ക് ഇത് മനസ്സിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ചിത്രം വരയ്ക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആംഗിൾസ് കാണാൻ പറഞ്ഞാൽ എക്സിന്റെ വില കാണണം അല്ലേ? ആംഗിൾ എക്സ് എന്നാണ് വിചാരിച്ചത്. അപ്പൊ എക്സിന്റെ വില കണ്ടാൽ മാത്രമേ ഇതിന്റെ ഓരോ ആംഗിൾ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്താണ്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ആംഗിൾ കൂടി കൂട്ടിയാൽ ക്വാഡ്രിലേറ്ററലിന്റെ 4 ആംഗിൾസിന്റെ സമ്മ് എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? അപ്പൊ അതാണ് ഇവിടെ ആദ്യം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക, ഇക്വേറ്റ് ചെയ്യുക, ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന ഐഡിയയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് x+10 പ്ലസ് 2x പ്ലസ് 2x-10 ഈക്വൽ ടു 360 ഡിഗ്രി. എത്ര എക്സുകളുണ്ട്? 6x പ്ലസ് 10 മൈനസ് 10 0 അല്ലേ? 10 മൈനസ് 10 0. അതായത് 6x ഈക്വൽ ടു 360. അതുകൊണ്ട് x ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 6 എത്ര വരും? 60 എന്ന് വരും. x 60 ഡിഗ്രി ആണല്ലേ? അപ്പൊ ഇത് 60 ആണ് എങ്കിൽ ആലോചിക്കൂ, എക്സ് ഇതിനെ 2x ആണ്. 2 × 60 120 ആയിരിക്കും അല്ലേ? അപ്പൊ ആംഗിൾ A ഈക്വൽ ടു x ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ B ഈക്വൽ ടു x+10. 10 കൂടുതലാണ്, 60 പ്ലസ് 10 70 ഡിഗ്രി. ആംഗിൾ C 2x ആണ്. അതായത് എക്സിന്റെ 2 ടൈംസ് 2 × 60 അത് എത്രയാണ്? 120 ഡിഗ്രി. ആംഗിൾ D എന്ന് പറയുന്നത് 2x-ൽ നിന്ന് 10 കുറവ്, ഇതിൽ നിന്ന് 10 കുറവ്, 120-ൽ നിന്ന് 10 കുറവ്, അതായത് 110 ഡിഗ്രി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇത് ക്ലിയർ അല്ലേ? ഇത് ഇവിടെ തന്നെ എല്ലാം താഴെ എഴുതേണ്ടതാണ് കേട്ടോ. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ എഴുതിയേ ഉള്ളൂ. നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ മെയിൻ സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ തന്നെ ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. വർക്കിംഗ് കോളത്തിലോ അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചോ ഒന്നും ആൻസർ എഴുതി വെക്കരുത് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈസ് ദിസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണോ? ചക്രീയ ചതുർഭുജമാണോ? എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ 4 ആംഗിളും കണ്ടുവച്ചിരിക്കുകയാണ്. ഉടനെ നമുക്ക് സൈക്ലിക് ആണോ എന്ന് തെളിയിക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ പഠിച്ച ആശയം അതിൽ വെച്ച് തന്നെയാണ് ഈ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് പോയത് അല്ലേ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നൊരു ആശയം അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. മക്കളെ, നമുക്ക് ഇതിന്റെ എതിർകോണുകൾ ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ A എത്രയാണ്? 60 പ്ലസ് ആംഗിൾ C 120 ഡിഗ്രിയാണ്. 120 അതായത് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ B പ്ലസ് ആംഗിൾ D ആണ്. ആംഗിൾ B പ്ലസ് ആംഗിൾ D ഒരെണ്ണം 180 ആണെങ്കിൽ അടുത്തത് 180 തന്നെയായിരിക്കും. എങ്കിലും നമ്മൾ കണ്ടുപിടിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് 70 പ്ലസ് 110 ശരിയാണ്. നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് 180 വന്നത്. ഇത് 180 ആണെങ്കിൽ ഇത് 180 കിട്ടേണ്ടതാണ്.
നമ്മൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ 180 വരില്ല. അപ്പോൾ കാൽക്കുലേഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഒരു പേർ 180 ആണെങ്കിൽ അടുത്ത പേർ എന്തായാലും 180 തന്നെ ആയിരിക്കണം. 360 അല്ലേ, 360 അല്ലേ മൊത്തം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടി? therefore opposite angle sum equal to 180. therefore ABCD is a cyclic quadrilateral. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. എതിർകോണുകളുടെ തുക 180 ഡിഗ്രി. അതുകൊണ്ട് ABCD ഒരു ചക്രീയ ചതുർഭുജം ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ കൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കൺസെപ്റ്റുകളും മിക്സ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോബ്ലംസിനെ നമ്മൾ ഫേസ് ചെയ്യാൻ ശീലിക്കണം. ക്ലിയർ? അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സർക്കിൾസിന്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. സർക്കിൾസിന്റെ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. സർക്കിൾസിന്റെ കൂടുതൽ പ്രോബ്ലംസ്, അതായത് എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.